തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ കൊട്ടിക്കലാശത്തിന്റെ ആവേശകരമായ ആ ഒരു സമയത്തിന് തൊട്ടു മുമ്പിൽ പോലും വലിയ രീതിയിലുള്ള ആവേശകരമായ പ്രചാരണ രംഗത്താണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നമ്മോടൊപ്പമുണ്ട്. അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വലിയ ശുഭാപ്തി വിശ്വാസം. കാരണം നാട്ടിലെ ജനങ്ങളാകെ നമ്മളെ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഈ നാടിനൊരു വിമോചനം ഉണ്ടാകാൻ ഒരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷം തന്നെ സംജാതമായിട്ടുണ്ട്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ സംസ്ഥാനത്ത് തന്നെ UDFന് അഭിമാനിക്കത്തക്ക ഒരു വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മതേതര ജനാധിപത്യ മുന്നണിയുടെ ഒരു കൂട്ടായ്മയാണ് അത്. മതേതര ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഒത്തുചേരലായി മാറിക്കൊണ്ട് അതിഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വന്യജീവി ആക്രമണം, ഒപ്പം തന്നെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം. ഇതെല്ലാം ഇരു മുന്നണികളും, ഇപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഏറ്റവും ഒടുവിലായപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടി LDF UDFനെതിരെ ശക്തമായ പ്രചരണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പറയുമ്പോൾ ചിന്നക്കനാലിൽ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ചെങ്കുളത്ത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ച് അവിടെ കടുവയെ കൊണ്ടുപോയി വിട്ട ഗവൺമെന്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ജനവാസ കേന്ദ്രങ്ങൾ 2 ഇടത്ത്, കുടയത്തൂരിൽ 3 ഇടത്ത് അവിടെ വനം പ്രഖ്യാപിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കിയ ഇവരാണ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് വനവിസ്തൃതി കൂട്ടുമെന്ന്. അത് ആ പ്രകടന പത്രിക വായിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് അറിയാമല്ലോ. അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? വനവിസ്തൃതി കൂട്ടാൻ സാധ്യതയുള്ളിടത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടെ, അതിന് മലയാളം വായിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടെ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചാലേ നടക്കത്തുള്ളൂ. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കുമെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഏതായാലും UDF ഗവൺമെന്റ് വന്നാൽ ഒരിക്കലും വനവിസ്തൃതി കൂട്ടാൻ അനുവദിക്കത്തില്ല. ഇത് രാജ്യം മുഴുവൻ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്, കേരളത്തിൽ മാത്രമുള്ള തെരഞ്ഞെടുപ്പല്ലത്. അപ്പം ഓരോ സംസ്ഥാന ഗവൺമെന്റുകളുടെയും സഹകരണത്തോടെ വനവിസ്തൃതി കൂട്ടാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അത് മലയാളം വായിക്കുന്ന ആളുകൾക്കറിയാം. ഇതൊന്നും നാട്ടിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ 2 സ്ഥലത്ത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ച് ജനങ്ങളെ പീഡിപ്പിച്ച് വന്യമൃഗങ്ങളെ തുറന്നു വിട്ട് മനുഷ്യരെ ഇരകളാക്കി കൊടുത്ത ആളുകളാണ് ഈ വർത്തമാനം പറയുന്നത്. അതൊക്കെ അവരുടെ എന്താ പറയുക, 8 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ? ഈ ജില്ലയുടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഇടതുപക്ഷ ഗവൺമെന്റ് പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അവാർഡ് കൊടുക്കാം. നാട്ടിലെ ജനങ്ങളാകെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുക്കടലിലാണ്. ഇവർ ഈ കർഷക ആത്മഹത്യയെക്കുറിച്ച് പറയട്ടെ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പാവപ്പെട്ട വീട്ടമ്മ മരിച്ചുപോയതിനെ കുറിച്ച് എന്താ ഇവരുടെ അഭിപ്രായം? ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടായോ? ഇടുക്കിയിലെ ജനങ്ങൾ ഗവൺമെന്റിന്റെ സാമീപ്യം ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരാരെങ്കിലും ഉണ്ടായോ? ഭൂപ്രശ്നങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല, അതിൽ കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ലെന്നാണ്. അല്ല പിന്നെ അതപ്പോൾ പരിഹരിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയായി നിന്നേനെ. ഇതൊക്കെ ചുമ്മാ വെറുതെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ. മാന്യമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ ചട്ടം ഭേദഗതി ചെയ്ത് 7 പണ്ടേ പരിഹരിക്കത്തില്ലായിരുന്നു. പരിഹരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അവരാഗ്രഹിച്ചത് എന്താണ്? ഇവിടെ നാട് മുഴുവൻ കൊള്ളയടിക്കാനാണ്. കൊള്ളയടിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ശ്രമിച്ചത്. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. ഒരു ചട്ടം ഭേദഗതി ചെയ്ത് മാന്യമായി ആ പ്രശ്നം പരിഹരിച്ച് 7 പണ്ടേ ആ കാര്യത്തിലൊരു ലഘൂകരണം ഉണ്ടാക്കാമായിരുന്നു. ഇനി അതും പോട്ടെ, ആരാ അത് ഉണ്ടാക്കിയത്? ആ കരിനിയമം ഉണ്ടാക്കിയതാരാണ്? ഇവിടെ 1500 സ്ക്വയർ ഫീറ്റിന് അപ്പുറത്ത് കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല നിയമം ഉണ്ടാക്കിയതാരാ? ഇവരല്ലേ ഉത്തരവിറക്കിയത്, അല്ലാതെ UDF ഗവൺമെന്റാ. 2019 ഓഗസ്റ്റ് മാസം 22-ാം തീയതി അവരിറക്കിയ ഒരു ഉത്തരവിന്റെ പേരിലുണ്ടായ ഊരാക്കുടുക്ക് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവർ തന്നെ പരിഹരിക്കുമെന്ന് പറയുന്നു, എന്നിട്ട് പരിഹരിക്കാതിരിക്കുന്നു, എന്നിട്ട് UDFനെ പഴി പറയുന്നു. അതിന് ഞങ്ങളെന്ത് പറയാനാണ്? അത്തരത്തിലാണ് ഈ പറയപ്പെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ അവസാന ഘട്ടത്തിലുള്ള പ്രചാരണ പ്രവർത്തനവും സജീവമായി മുമ്പോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.